गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मं तस्मै श्री गुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2026 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, കർക്കിടകം 10 മുതൽ 16 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജൻ, സഹോദരസ്ഥാനത്ത് ബുധൻ, സുഖസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ശുക്രൻ, വ്യയസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങൾ വർദ്ധിക്കുകയും കാര്യതടസ്സം ഉണ്ടാകുകയും ചെയ്യും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. മൃഷ്ടാന്ന ലാഭം, ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകാം. ധനപരമായ ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കാം. ശത്രുഭയം ഉണ്ടാകും. അനുഭവ ഗുണം കുറയും. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. മനസ്സുഖം കുറയും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി തുടങ്ങിയവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജൻ, ധനസ്ഥാനത്ത് ബുധൻ, സഹോദരസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ശുക്രൻ, ലാഭസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവ ഗുണവും സൽകീർത്തിയും ഉണ്ടാകും. വാഹന ശയനസുഖം അനുഭവത്തിൽ വരും. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ ശ്രദ്ധേയമാകും. സ്വജനവിരഹവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ശയനസുഖം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ്, തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടായേക്കാം. പുതിയ വീട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. സമ്മാനലാഭം ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജൻ, ജന്മത്തിൽ ബുധൻ, ധനസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ശുക്രൻ, കർമ്മസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. നയനരോഗങ്ങൾക്ക് സാധ്യത. മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. രോഗശമനം, മൃഷ്ടാന്നലാഭം, ആയുധം കൊണ്ട് മുറിവ് പറ്റൽ, തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടായേക്കാം. ദ്രവ്യനഷ്ടം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സഞ്ചാരക്ലേശം ഉണ്ടാകും. കുടുംബസുഖവും ശത്രുനാശവും ഉണ്ടാകാം. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. അലച്ചിലും സ്ഥാനഭംശവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് കുജൻ, വ്യയസ്ഥാനത്ത് ബുധൻ, ജന്മത്തിൽ സൂര്യനും വ്യാഴവും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ശുക്രനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികൾക്ക് നാശം നേരിടും. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും. സാമ്പത്തികമായി മോശമായിരിക്കില്ല. ദേശാന്തര ഗമനത്തിന് സാധ്യത കാണുന്നു. അധികാര സ്ഥാനപ്രാപ്തിക്ക് സാധ്യതയുണ്ട്. സഞ്ചാരക്ലേശം, ശയനസുഖം, ശത്രുഭയം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് കുജൻ, ലാഭസ്ഥാനത്ത് ബുധൻ, വ്യയസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, ജന്മത്തിനും ധനസ്ഥാനത്തുമായ ശുക്രൻ, അഷ്ടമത്തിൽ ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായി വിരോധത്തിന് സാധ്യത. അനാരോഗ്യം, ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകാം. കർമ്മതടസ്സത്തിന് സാധ്യത കാണുന്നു. വിദ്യാലാഭത്തിന് സാധ്യത. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും മന്ദതയും പ്രയാസങ്ങളും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്ത കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് കുജൻ, കർമ്മസ്ഥാനത്ത് ബുധൻ, ലാഭസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, വ്യയസ്ഥാനത്ത് ജന്മത്തിലുമായ ശുക്രൻ, കളത്രസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമം ഉണ്ടായേക്കാം. അഭീഷ്ടകാര്യസിദ്ധിയും ശത്രുനാശവും കളത്രസുഖവും പ്രതീക്ഷിക്കാം. ധനനഷ്ടം ഉണ്ടാകാനിടയുണ്ട്. കാര്യവിജയം, ഭയം, ദുഃഖം, രോഗശമനം എന്നിവ ഉണ്ടാകും. സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ആനുകൂല്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ കുജൻ, ഭാഗ്യസ്ഥാനത്ത് ബുധൻ, കർമ്മസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ശുക്രൻ, ശത്രുസ്ഥാനത്ത് ശനി എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. ധനനഷ്ടം, വസ്ത്രാഭരണ ലാഭം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത. വ്രണാദി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. ഭാഗ്യതടസ്സം, സന്താന ദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സ്ഥാനചലനം ഉണ്ടായേക്കാം. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. രോഗശാന്തിയും കാര്യവിജയവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്ത വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് കുജൻ, അഷ്ടമത്തിൽ ബുധൻ, ഭാഗ്യസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ ശുക്രൻ,
പുത്രസ്ഥാനത്ത് ശനി എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. മനോവിഷമങ്ങൾ വർദ്ധിക്കും. ജോലിഭാരം ഉണ്ടാകും. അപമാനങ്ങൾ സഹിക്കേണ്ടതായി വരും. സർവ്വ സൗഭാഗ്യസിദ്ധിയും കുടുംബസുഖവും ഉണ്ടാകും. വിദ്യാപുരോഗതി പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിക്ക് അസുഖങ്ങൾക്ക് സാധ്യത. വസ്ത്രലാഭം, ഭയം, ശയനസുഖം, ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് കുജൻ, കളത്രസ്ഥാനത്ത് ബുധൻ, അഷ്ടമത്തിൽ സൂര്യൻ, വ്യാഴം, ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായി ശുക്രൻ, സുഖസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകാം. മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം, ബന്ധുസമാഗമം, അമിത ചെലവ് എന്നിവ ഉണ്ടാകാം. ശത്രുശല്യം കുറയും. ഉറക്കമില്ലായ്മ അലട്ടും. കഠിന ദുഃഖവും യാത്രാക്ലേശവും ഉണ്ടാകാനിടയുണ്ട്. വാഹന സേന സുഖം പ്രതീക്ഷിക്കാം. കലഹപ്രവണത ഉടലെടുക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് കുജൻ, ശത്രുസ്ഥാനത്ത് ബുധൻ, കളത്രസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ശുക്രനും, സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭൃത്യന്മാരും ആരോഗ്യവും അർത്ഥവും ഉണ്ടാകാം. ദാമ്പത്യ ഗുണം ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ജ്വരവും ഉചിതമല്ലാത്ത ചിന്തകളും അലട്ടും. ബന്ധുസമാഗമം, കാര്യതടസ്സം, മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം എന്നിവ ഉണ്ടായേക്കാം. രക്തസ്രാവം ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് കുജൻ, പുത്രസ്ഥാനത്ത് ബുധൻ, ശത്രുസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, കളത്രസ്ഥാനത്ത് അഷ്ടമത്തിലുമായി ശുക്രൻ, ധനസ്ഥാനത്ത് ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സിൽ വിചാരിച്ച ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. ഭാഗ്യവർദ്ധനവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചിലവ് എന്നിവ ഉണ്ടായേക്കാം. സ്ഥാനഭ്രംശവും ഉദരരോഗങ്ങളും ഉണ്ടായേക്കാം. യാത്രാഗുണം കാണുന്നു. കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത. ദാമ്പത്യ കലഹം ഉണ്ടാകാനിടയുണ്ട്. വാക്കുപിഴയും തന്മൂലം നാശങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, സഹോദരസ്ഥാനത്ത് കുജൻ, സുഖസ്ഥാനത്ത് ബുധൻ, പുത്രസ്ഥാനത്ത് സൂര്യനും വ്യാഴവും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ശുക്രൻ എന്നിങ്ങനെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. വിഷഭയവും ധനനാശവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കും. പുത്രലാഭവും സ്ത്രീലാഭവും ഉണ്ടായേക്കാം. ബന്ധുസമാഗമത്തിന് സാധ്യത കാണുന്നു. സ്വർണ്ണാഭരണ ലാഭം ഉണ്ടാകാം. ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത. മനപ്രയാസം വർദ്ധിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക.